ഒന്നാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വരെ നാം ചിന്തിച്ചു. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെ ഉണ്ട്. അല്ലേ? വഴിയിൽ ഒരാൾ സർപ്പമാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ ദാൻ വഴിയിൽ ഒരു സർപ്പം എന്ന് നാം ചിന്തിച്ചു. സർപ്പവിഷമുടെ അധരങ്ങൾക്ക് കീഴെ ഉണ്ട് എന്നുള്ള പദം വരെയാണ് നാം പറഞ്ഞു നിർത്തിയത്. 14-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുന്നു. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ റോമർക്കെഴുതിയ ലേഖനം പഠിക്കുമ്പോഴൊക്കെ പുറമേയുള്ള ക്രമീകരണങ്ങളിൽ ദൈവം സന്തോഷിക്കുന്നില്ല, അകമേയുള്ള മാറ്റമാണ് ആവശ്യമാണെന്നുള്ളതാണ് റോമർക്കെഴുതിയ ലേഖനത്തിൽ നമുക്ക് കൂടുതലായി പഠിക്കുവാൻ കഴിയും. പുറമേ യഹൂദനായിരിക്കുന്നവനല്ല യഹൂദൻ, അകമേ യഹൂദനായിരിക്കുന്നവനാണ് യഹൂദൻ എന്നുള്ളത്. അകമേ ഉള്ള പരിച്ഛേദനയാണ്, ഹൃദയ പരിച്ഛേദനയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടതെന്നും ഒക്കെ റോമർക്കെഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവും അതേ കാര്യങ്ങൾ പ്രസ്താവിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീക്ഷനെ അവരുടെ അകം വെടിപ്പാക്കും. ഒരു പാത്രം കഴുകുന്നതിന് മുമ്പ് പുറമേ കഴുകാതെ ആദ്യം എന്ത് ചെയ്യണം? അകം നല്ലതായിട്ട് വൃത്തിയാക്കി കഴുകിയിട്ടായിരിക്കും. പുറമേ ടിഷ്യൂ ഇട്ട് തുടച്ചാലും വേണ്ടി വരും, പക്ഷെ അകമായിരിക്കണം ക്ലീൻ ആയിരിക്കേണ്ടത്. അതുപോലെ പരീക്ഷന്മാരോട് കർത്താവ് സംസാരിക്കുന്നതാണ്. കിണ്ടിക്കിണങ്ങളുടെ അകം പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അകം വെടിപ്പാക്കുക, അകം ശുദ്ധമായി തീരുക. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവങ്ങളിൽ സമർപ്പിക്കപ്പെടുക. മനുഷ്യൻ പുറമെ ഉള്ളത് നോക്കുമ്പോൾ യഹോവ ഹൃദയത്തെ നോക്കുന്നു. ഹൃദയത്തെ സ്കാൻ ചെയ്യുവാൻ കഴിയുന്ന കാപട്യവും കപടവുമുള്ള ഏറ്റവും പ്രയാസമുള്ള കഠിനമായിരിക്കുന്ന ഹൃദയത്തെ സൂം ചെയ്ത് നോക്കുവാൻ, സ്കാൻ ചെയ്ത് നോക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മുടെ ഹൃദയം ആരും പരിശോധിക്കുവാൻ നമുക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. പിന്നെ മനസ്സിലാക്കുന്ന ആള് നമ്മുടെ കർത്താവാകുന്നു, അല്ലേ? അപ്പോൾ അകം ശുദ്ധീകരിക്കപ്പെടണം എന്നാണ് ഈ റോമർക്ക് എഴുതിയ ലേഖനം മുഴുവൻ. അതാണ് അകം ശുദ്ധീകരിക്കപ്പെടുക, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുക. വിശുദ്ധീകരണം, നീതീകരണം, തേജസ്കരണം എന്നുള്ള പദത്തിൽ നിന്നുകൊണ്ടാണ് റോമർക്ക് എഴുതിയ അധ്യായങ്ങൾ മുഴുവൻ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ അകം ശുദ്ധീകരിക്കപ്പെടുക. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, വെള്ളതേച്ച ശവക്കല്ലറോടുകൂടെ നിങ്ങൾ ഒത്തിരിക്കുന്നു. പുറമെ നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ധരിച്ച് അവരുടെ പാരമ്പര്യപ്രകാരമുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് സമൂഹത്തിൽ അവർ നടക്കുമ്പോൾ വളരെ മാന്യരായിട്ടാണ് നടക്കുന്നത്. പക്ഷെ അവ പുറമെ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമെ ചത്തവരുടെ അസ്ഥികളും സകല അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു, അല്ലേ? അപ്പോൾ തമ്പിയുടെ ഹൃദയം പോലെ സകലവിധ അശുദ്ധികളും നിറഞ്ഞ ഒരു ഹൃദയമായി നമ്മുടെ ഹൃദയം മാറാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പകരം പുറമെ നമ്മൾ എങ്ങനെ വിശുദ്ധരായി നമ്മുടെ ശരീരത്തെയും നമ്മുടെ ഡ്രസ്സിനെയും ഒക്കെ നമ്മൾ ക്രമീകരിച്ച് സൂക്ഷിച്ച് ശുദ്ധീകരിച്ച് കൊണ്ടുപോകുന്നത് പോലെ തന്നെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം, അകം വെടിപ്പുള്ളതായി തീരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. അധികം വിശദീകരിക്കേണ്ട കാര്യമല്ല, ആ വാക്കുകളിൽ തന്നെ അതുള്ളത് കൊണ്ട് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 14-ാമത്തെ വാക്യം, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് തൊടുമ്പോൾ ആ വ്യക്തിയെ ആദ്യം സ്പർശിക്കുന്നത് അവന്റെ അധരങ്ങളെയാണ് ദൈവം ശുദ്ധീകരിക്കുന്നത്. യെശയ്യാവിനെ സ്പർശിച്ചപ്പോൾ ഒരു ദൂതൻ, അല്ലേ, അവന്റെ അധരങ്ങളെ ശുദ്ധീകരിച്ചു. എന്റെ സ്പർശനത്താൽ നീ ശുദ്ധിയുള്ളവനായി തീർന്നു എന്ന് കർത്താവോടെ പറയുന്നുണ്ട്, അല്ലെ? ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യനാണെന്ന് യെശയ്യാവ് പറയുമ്പോൾ അവന്റെ അധരങ്ങളെ ദൈവം ശുദ്ധീകരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. 120 ശിഷ്യന്മാർ മാളിക മുറിയിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ, അല്ലെ, അവരുടെ അധരങ്ങളിലാണ് പരിശുദ്ധാത്മ ശക്തി ആദ്യമായി വെളിപ്പെട്ടത്, അല്ലെ? അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരുടെ മേൽ പതിഞ്ഞു. അപ്പൊ അവരുടെ അധരങ്ങൾക്കാണ് ശുദ്ധീകരണം സംഭവിച്ചത്. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, പരിശുദ്ധാത്മാവ് അതിനെ നിറയ്ക്കും. അപ്പൊ അധരങ്ങൾക്ക് ഒരു വ്യത്യാസമാണ്. ഒരു വ്യക്തി ജീവിതത്തിലെ കർത്താവിലേക്ക് കടന്നു വരുമ്പോൾ, ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാരംഭമായി പരിശുദ്ധാത്മാവിന്റെ അധരങ്ങളെയാണ് വ്യത്യാസപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്ന് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലാതെ ദൈവദേശം നഷ്ടപ്പെടുത്തി അവരുടെ അധരങ്ങൾ അശുദ്ധമായി തീർന്നു. ശാപം കൊണ്ടും കയ്പ് കൊണ്ടും അവരുടെ അധരങ്ങൾ നിറഞ്ഞു. ഉത്തമഗീതത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പഠിച്ചപ്പോൾ
യെശയ്യാവും ദൈവവും തമ്മിൽ അഭേദ്യമായുള്ളൊരു ബന്ധത്തിൽ നിന്നുകൊണ്ട് പ്രിയതമൻ എന്നുള്ളൊരു പദം അദ്ദേഹം ഉപയോഗിച്ച് 5-ാം അധ്യായത്തിൽ യെശയ്യാവിന്റെ 5-ാം അധ്യായത്തിൽ കർത്താവിനെ പ്രിയതമൻ എന്ന് വിളിച്ച് സംസാരിക്കുന്ന പ്രവാചകനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചായിരുന്നു. ഉത്തമഗീതത്തിലും അതുപോലെ ഒരു പ്രിയതമനും പ്രിയതമയുമുള്ള ബന്ധം പോലെയാണ്, മണവാട്ടിയും മണവാളനും തമ്മിലുള്ള ബന്ധം പോലെയാണ് കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉത്തമഗീതത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവന്റെ വായ ഏറ്റവും മധുരമുള്ളത്, അവൻ സർവാംഗ സുന്ദരൻ തന്നെ, അല്ലേ അല്ലേ അവൻ സർവാംഗ സുന്ദരൻ. യെരൂശലേം പുത്രിമാരെ, ഇവനത്രേ എന്റെ പ്രിയൻ, ഇവനത്രേ എന്റെ സ്നേഹിതൻ. പ്രിയൻ എന്ന പദവിയിലേക്ക് സ്നേഹിതൻ എന്ന, അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു, അല്ലേ? അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറി, അവൻ ദൈവത്തോടുള്ള ബന്ധം കീപ്പ് ചെയ്തു, സ്നേഹിതനായി മാറി. അബ്രഹാമിൽ നിന്ന് ദൈവത്തിനൊന്നും മറച്ചു വെക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാനായിട്ടിടയായി തോന്നുന്നു. അപ്പോൾ ഏറ്റവും മധുരമുള്ളതായി തീരുക, അവൻ സർവാംഗ സുന്ദരൻ തന്നെ. കർത്താവിന്റെ അധരങ്ങൾ എത്ര മധുരമുള്ളതാണോ, ഹല്ലേലൂയ, അതുപോലെ അവനെ ആശ്രയിക്കുന്ന, വിശ്വസിക്കുന്ന, അവനെ പിന്തുടരുന്ന നമ്മളുടെ അധരങ്ങളും അങ്ങനെ ആകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. യാക്കോബ് അപ്പോസ്തലനാണ് അധരങ്ങളെ കുറിച്ച് കൂടുതലായും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലൻ. നമുക്കറിയാം, പല ഭാഗങ്ങളിൽ പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. യാക്കോബ് അപ്പോസ്തലന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അധരങ്ങൾ എങ്ങനെ ആയിരിക്കണം, അധരങ്ങളുടെ പ്രത്യേകത എന്താണ്, അധരങ്ങൾ കൊണ്ടുള്ള ദോഷം എന്താണ് എന്നൊക്കെ ഇത്രയും വിശദകരമായി വിശദീകരിച്ചിരിക്കുന്ന ഒരു അപ്പോസ്തലൻ വേറെ ഇല്ല. അദ്ദേഹം ഹല്ലേലൂയ അതുപോലെ ശിഷ്യന്മാരുടെ കൂടെയൊക്കെ നടന്നപ്പോഴും ശുശ്രൂഷിച്ചപ്പോഴും ഇങ്ങനെയുള്ള അധരങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഏതായാലും അധരങ്ങളെ കുറിച്ച് വളരെ സ്പെസിഫൈ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു അപ്പോസ്തലനാണ് യാക്കോബ് അപ്പോസ്തലൻ. 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമാണ്, എങ്കിലും എന്ത് ചെയ്യുന്നു, വളരെ വമ്പ് പറയുന്നു, അല്ലേ? നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മുടെ അകത്ത് ഇങ്ങനെ ഒരു അഹങ്കാരം കയറി വന്നിട്ട്, അല്ലേ, നമുക്ക് വമ്പ് പറയാനുള്ള പ്രേരണ ഉണ്ടാകും. നമ്മുടെ ജോലിയെ കുറിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിനെ കുറിച്ചോ, നമ്മുടെ വാഹനത്തെ കുറിച്ചോ, നമ്മുടെ സൗന്ദര്യത്തെ കുറിച്ചോ, പണത്തെ കുറിച്ചോ, അങ്ങനെ നമ്മുടെ അകത്ത് ഇങ്ങനെ തികട്ടി വന്ന് വമ്പ് പറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നാവ് ചെറിയ അവയവമാണെങ്കിൽ എന്ത് ചെയ്യുന്നു, വമ്പ് പറയുന്നു എന്ന് പറയുന്നു. വായിച്ചാൽ താഴെ, കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, അല്ലേ? നമുക്കറിയാം, അമേരിക്കയിലൊക്കെ തീ പടർന്നപ്പോൾ, ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസം തീ പടർന്നു, അല്ലേ? തീ പടർന്നപ്പോൾ അത് കെടുത്തുവാൻ കഴിയാതെ അത് സ്പ്രെഡായി. ചെറിയൊരു തുടക്കമായിരിക്കും, പക്ഷേ വലിയ കാട് കത്തിക്കുന്നത് പോലെ അധരങ്ങൾ കൊണ്ട് നാം പ്രയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ ചിലപ്പോൾ വലിയ ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെ എവിടെ വരെ അത് കൊണ്ടെത്തിക്കും? ആ നാവും ഒരു തീ തന്നെ, ദേഹത്തെ അത് മുഴുവൻ മലിനമാക്കും, ജീവചക്രത്തിന് തീ കൊളുത്തും, നരകത്തിൽ കൊണ്ടേ അത് അവസാനിപ്പിക്കത്തുള്ളൂ. നരകത്തിൽ ആ തീ വ്യാപരിപ്പാനിടയാകും. നമ്മുടെ ജീവചക്രത്തിന് തീ, നമ്മുടെ ദേഹത്തിന് മലിനം, അല്ലേ? അപ്പോൾ നമ്മൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി തീരരുത്, ഭാരമായി തീരരുത്, ആരോഗ്യ പ്രയാസമായി തീരരുത്, നമുക്ക് തന്നെ അത് മലിനമായി തീരരുത്. അതുകൊണ്ട് നാവ് വളരെ സൂക്ഷിക്കണമെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. ഇവിടെയും പറയുന്നുണ്ട്, ഹല്ലേലൂയ, അവരുടെ വായിൽ ശാപവും കയ്പും, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. ശാപം നമ്മുടെ വായിക്കകത്ത് വരാൻ പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും പറയാൻ പറ്റും, പിള്ളേർ രക്ഷപ്പെടത്തില്ല, അല്ലേ? പിള്ളേർ നന്നാവത്തില്ല, അല്ലേ? എങ്ങനായാലും എത്രയെങ്കിലും ഇടയ്ക്കൊക്കെയെങ്കിലും നമ്മളത് അറിയാതെ പറഞ്ഞു, അവർ കാണിക്കുന്ന കുസൃതിത്തരങ്ങൾ, അല്ലെ, നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ അറിയാതെ നമ്മളത് പറഞ്ഞു, അല്ലേ? ഈ പിള്ളേർ ശരിയാവത്തില്ല, നന്നാവത്തില്ല, അല്ലേ? ചിലർ പറയും ഗതി പിടിക്കത്തില്ല, അല്ലേ? അപ്പോൾ ആ പദങ്ങൾ വളരെ സൂക്ഷിക്കുക. ശാപം നമ്മുടെ വായിക്കകത്ത് വരരുത്, കയ്പ് നമ്മുടെ വായിക്കകത്ത് വരാൻ പാടില്ല എന്നാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി കാലിന് പ്രത്യേകത ഉണ്ടായിരിക്കണം. 15-ാമത്തെ വാക്യം, അവരുടെ വായിൽ കയ്പ് നിറഞ്ഞിരിക്കുന്നത്, അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബദ്ധപ്പെടുന്നു, അല്ലെ? കൊല്ലുവാനുള്ള ബദ്ധപ്പെടൽ, കാൽ രക്തം ചൊരിയുവാൻ, അല്ലെങ്കിൽ കൊല്ലുവാൻ, കൊലപാതകം ചെയ്യുവാനുള്ള ആഗ്രഹം ഉണ്ടാകും. നമുക്കത് ആഗ്രഹമില്ലെങ്കിലും ബൈബിളിലെ ആദ്യ കൊലപാതകം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആരുടെയാ ആദ്യ കൊലപാതകം? ഉൽപ്പത്തി പുസ്തകം, അല്ലേ? കയ്യിനെ കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-7-8 നമുക്കൊരു വാക്യം കാണാൻ കഴിയുന്നുണ്ട്. 2 പേർ യാഗം കഴിക്കുന്നു, അല്ലേ? ആരൊക്കെയാ? കയ്യിനും ഹാവേലും യാഗം കഴിക്കുന്നു. ഹാവേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നു, കയ്യിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല. അപ്പോൾ കയ്യിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നപ്പോൾ, ചേട്ടനാണ്, അല്ലേ? എന്നിരുന്ന തന്റെ യാഗത്തിൽ പ്രസാദിക്കാതിരുന്നപ്പോൾ
ദൈവത്തോട് ചെറിയ ഒരു അസ്വസ്ഥത അദ്ദേഹത്തിന് ഉണ്ടായി. എന്നാൽ ദൈവം അത് മനസ്സിലാക്കിയിട്ട് 7-ാം വാക്യത്തിൽ കയ്യിനോട് സംസാരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. 7-ാം വാക്യം, നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകില്ല. അപ്പം യാഗത്തിനേക്കാളും ദൈവം അവനിൽ ശ്രദ്ധിച്ചെന്താ? നന്മ ചെയ്യുന്നതിൽ കുറവാ. നന്മ ചെയ്യുന്നതിൽ പ്രസാദം ഉണ്ടാകുകയല്ലോ. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു. ഇത് നമ്മളോടും കൂടെ ഉള്ള ദൂത. കയ്യിനോട് സംസാരിച്ചതല്ലേ, കുഴപ്പമില്ല എന്നുള്ള ചിന്ത വിടണം. നമ്മളോടും കൂടെ ഉള്ള ദൂത. ഭാവിയിൽ അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ നമ്മെ കീഴ്പ്പെടുത്താൻ സാധ്യതയുള്ള ലോകത്താണ് നാം ആയിരിക്കുന്നത്. നമ്മളിപ്പോൾ ചർച്ചിലായിരിക്കും, കർത്താവിനെ ആരാധിക്കുന്നു, നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ, നമ്മുടെ ജോലി സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങും, അല്ലേ? മറ്റുള്ള ആൾക്കാരുമായി സംസാരിക്കുവാനും ബന്ധപ്പെടാനും ഒക്കെ തുടങ്ങും, അല്ലേ? സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചൊല്ലും. അപ്പോഴെന്താണ്? പാപം വാതിൽക്കൽ കിടക്കുകയാണ്. അതിന്റെ ആഗ്രഹം നമ്മളോടാണ്. അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നമ്മിലേക്കാകുന്നു. നീ അതിനെ കീഴടക്കണം. കാരണം കയ്യിന് അടുത്ത നിമിഷത്തിൽ ഒരു പരാജയത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട്, അവന്റെ കാൽ രക്തം ചൊരിയാൻ സാധ്യതയുള്ളതുകൊണ്ട്, അവൻ ആബേലിനെ കൊല്ലാൻ സാധ്യതയുള്ളതുകൊണ്ട് 7-ാം വാക്യത്തിൽ അവനൊരു ദൂത് പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. നിന്റെ മുമ്പിലേക്ക് ഒരു സാധ്യത വരുന്നുണ്ട്, നീ അതിനെ കീഴടക്കണം. നിന്റെ സഹോദരനെ കൊല്ലാനുള്ള സാധ്യത കാണുന്നുണ്ട്, നീ അതിനെ കീഴടക്കണം. നീ പാപം ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്, നിന്റെ യാഗത്തിൽ പ്രസാദിക്കാതിരുന്നതിന് കാരണം ഇതാണ്. പക്ഷേ നീ വീണ്ടും പാപം ചെയ്യാൻ സാധ്യതയുണ്ട്, അതിനെ കീഴടക്കണമെന്ന് 7-ാമത്തെ വാക്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ കയ്യിൽ അവിടെ നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കാമായിരുന്നു. കർത്താവേ, തെറ്റുപറ്റിപ്പോയി, ഞാൻ നന്മ ചെയ്യാഞ്ഞത് കൊണ്ട് ഞാൻ ആ യാഗം കഴിക്കാൻ, അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചതിൽ അസൂയപ്പെട്ടതിന് തെറ്റാണ്. കാരണം എന്റെ കുറവുകളിലേക്ക് തിരിഞ്ഞ്, എന്റെ പരാജയങ്ങളിലേക്ക് തിരിഞ്ഞ്, എവിടാണ് എനിക്ക് വീഴ്ച പറ്റിയതെന്ന് മനസ്സിലാക്കി ദൈവത്തിലേക്ക് തിരികെയായിരുന്നു ചെയ്യേണ്ടത്. മറ്റൊരാളുടെ ആരാധനയെ നോക്കി, മറ്റൊരാളുടെ അഭിഷേകത്തെ നോക്കി, മറ്റൊരാളുടെ ശുശ്രൂഷയെ നോക്കി നമ്മൾ ഭാരപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നമുക്കെവിടെയാണ് പരാജയം സംഭവിച്ചത്, നമുക്കെവിടെയാണ് കുറവുകളുണ്ടായത്, നമുക്കെവിടെയാണ് വീഴ്ച സംഭവിച്ചത്, നമുക്ക് എന്തുകൊണ്ടാണ് ആരാധിക്കാൻ കഴിയാത്തത്, മറ്റൊരാളെ പോലെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാൻ കഴിയാത്തത്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അത് എന്നിട്ടൊരു മടങ്ങി വരവ്, അതാ ദൈവം ആഗ്രഹിച്ചത് കയ്യിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഇതിനു മുമ്പ് സംസാരിച്ചത്. നിന്റെ മുമ്പിൽ ഒരു പ്രതിസന്ധി വരാൻ പോകുന്നു, ഒരു പാപം നിന്റെ മുമ്പിൽ സംഭവിക്കാൻ പോകുന്നു, നീ അതിനെ കീഴടക്കണം. അത് നിന്റെ വാതിൽ കീഴടക്കുകയാണ്. അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നെന്നുള്ള ദൂത് അവന് കൈമാറി. എന്നാൽ ആ സമയത്ത് കയ്യിൽ മടങ്ങി വരായിരുന്നു. കർത്താവേ, തെറ്റുപറ്റിപ്പോയി, എന്റെ യാഗത്തിൽ അങ്ങ് പ്രസാദിച്ചില്ലല്ലോ, ഇനി യാഗം കഴിക്കാമല്ലോ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ നന്മ ചെയ്തതുകൊണ്ട് പ്രസാദകരമായ ഒരു യാഗം എന്റെ അനിയൻ ചെയ്തതുപോലെ എനിക്ക് ചെയ്യാമല്ലോ എന്ന് ചിന്തിച്ച് ആ പർട്ടിക്കുലർ മൊമെന്റിൽ കർത്താവിന്റെ അടുക്കലേക്ക് കയ്യിന് വരാമായിരുന്നു. എന്നാൽ ആ ദൂതിന്റെ മുമ്പിൽ അവൻ സമർപ്പിക്കപ്പെടാഞ്ഞത് കൊണ്ട് 8-ാമത്തെ വാക്യത്തിൽ എന്താ ചെയ്തത്? എന്നാൽ കയ്യിൽ അവനോട് നാം വയലിലേക്ക് പോവുക. ശ്രദ്ധിക്കുക, അവനെ വയലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവൻ വയലിലിരിക്കുമ്പോൾ കയ്യിൽ തന്നെ അനുജനായ ഹാവേലിനോട് കയർത്ത് അവനെ കൊന്നു. ഇത് ഒഴിവാക്കാനാണ് 7-ാം വാക്യത്തിൽ ദൈവം സംസാരിച്ചത്. കയ്യിനെ, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുകയാണ്, നീ അതിനെ കീഴടക്കണം. അത് അംഗീകരിക്കാൻ മനസ്സില്ലാതിരുന്നത് കൊണ്ട്, ഏറ്റെടുപ്പാൻ സമർപ്പിപ്പാൻ മനസ്സില്ലാത്തത് കൊണ്ട്, പാപത്തിൽ സമർപ്പിപ്പാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് ദൂത് ദൈവം സംസാരിക്കുമ്പോൾ, ആലോചന ദൈവം തരുമ്പോൾ, വെളിപ്പാടുകൾ ദൈവം തരുമ്പോൾ, ഇൻസ്ട്രക്ഷനുകൾ ദൈവം തരുമ്പോൾ അത് റിസീവ് ചെയ്യാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്, അതിനെ പുറങ്കാലം കൊണ്ട് തട്ടിക്കളയുന്നത് കൊണ്ടാണ് അടുത്ത സെക്കൻഡിൽ നമ്മൾ പാപത്തിലേക്ക് വിടാൻ ഇടയായിത്തീരുന്നത്. ദൈവം സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുത്ത് മടങ്ങി വന്നാൽ ആ പാപത്തിലേക്ക് വീഴും. 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ന്യായപ്രമാണത്തെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് ന്യായപ്രമാണം പറയുന്ന എല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോടാണ് പ്രസ്താവിക്കുന്നത്. ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷ. ഇപ്പൊ ന്യായപ്രമാണത്താൽ ഒരുവൻ നീതീകരിക്കപ്പെടുന്നില്ല എന്നൊരു ചിന്തയിലേക്ക് അപ്പോസ്തലൻ വരികയാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിന്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഒരുവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, ഒരുവൻ ദ്രവത്വം കാണാതിരുന്നത് കൊണ്ട്, നിങ്ങളുടെ അബ്രഹാമിന്റെ കല്ലറ, അല്ലെങ്കിൽ യാക്കോബിന്റെ കല്ലറ, ഇസ്ഹാക്കിന്റെ കല്ലറ, ദാവീദിന്റെ കല്ലറകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഒരുവൻ ദ്രവത്വം
കണ്ടില്ല. അവനെ അടക്കിയ അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു. മൂന്നാം നാൾ അവൻ ദ്രവത്വം കണ്ടില്ല. അവന്റെ ശരീരം ദ്രവിച്ചു പോയില്ല. അവൻ ദ്രവത്വം കാണാഞ്ഞത് കൊണ്ട് സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ഒരുവൻ മൂലം പിതാവിന്റെ വലതുഭാഗത്തൊരുവനിരിക്കുന്നത് കൊണ്ട് അവൻ നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായതുകൊണ്ട് അവൻ മൂലം പാപമോചനം അറിയിക്കുന്നു. ഇനി 30-ാമത്തെ വാക്യം, മോശയുടെ ന്യായപ്രമാണത്തിൽ മോശയുടെ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നും വിശ്വസിക്കുന്ന ഏവരും, അവ നീതീകരണം സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മോശയുടെ കൽപ്പനകൾ അനുസരിക്കുന്നതും മോശയുടെ ന്യായപ്രമാണ പ്രകാരവും നീതീകരിക്കപ്പെടാൻ കഴിയാതിരുന്നപ്പോൾ, അവരതിൽ പരാജയപ്പെട്ടു പോയപ്പോൾ, യഹൂദന്മാർ അതിൽ വീണുപോയപ്പോൾ, നമുക്കും പരാജയം സംഭവിക്കുമ്പോൾ ഒരുവനിൽ ആശ്രയിച്ചാൽ, എന്താ എഴുതിയിരിക്കുന്നത്? ഒരുവനിൽ വിശ്വസിച്ചാൽ വിശ്വസിക്കുന്ന ഏവരും അവനാ നീതീകരിക്കപ്പെടും. അപ്പോൾ ഒരാൾക്ക് പാപത്തിൽ നിന്ന് പ്രായശ്ചിത്തം ലഭിക്കണമെങ്കിൽ അവൻ നീതീകരിക്കപ്പെട്ടവനായി മാറണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? കർത്താവിനെ വിശ്വസിച്ചാൽ മതി. കർത്താവിനെ വിശ്വസിക്കുന്ന ഏവരും ദൈവം നീതീകരിക്കും. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. വേഗത്തിൽ ഓടിച്ച് വായിച്ചു പോകാൻ 2 ഗലാത്യർ 2:15-16 വാക്യങ്ങൾ. ആ സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല യഹൂദന്മാരത്രേ, എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്തിന്റെ 10 കൽപ്പനകൾ, അതോട് ചേർന്നുള്ള സകല കൽപ്പനകളും ഈ കാലഘട്ടത്തിൽ നാം അനുസരിച്ച് ജീവിച്ചാലും നാം നീതീകരിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. നീതീകരിക്കപ്പെടുവാൻ ഒരു പുതിയ നിയമം കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നു. ഒരു പുതിയ പദ്ധതി കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നു. അത് യേശുക്രിസ്തുവിൽ മൂലമുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യഹൂദന്മാർ, ഇപ്പോഴായിരിക്കുന്ന യഹൂദന്മാരും അവർ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടോ ന്യായപ്രമാണം അനുസരിക്കുന്നത് കൊണ്ടോ നീതീകരിക്കപ്പെടുകയില്ല. ഒരു പുതിയ നിയമം, ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു എന്ന് നാം കർത്തൃമേശ എടുക്കുമ്പോൾ ചിന്തിക്കാറുണ്ടല്ലോ. ഇതെന്റെ രക്തത്തിൽ ഉള്ള പുതിയ നിയമമാകുന്നു. അതുകൊണ്ട് ഈ പുതിയ നിയമം സംഭവിച്ചിരിക്കുകയാണ്. പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നില്ല, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുന്നില്ല. പകരം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ. അപ്പൊ നീതീകരണം എങ്ങനെ സംഭവിക്കുന്നത്? ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. നമ്മൾ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും അതെല്ലാം കറപുരണ്ട തുണികൾ പോരാ. നമ്മൾ ഒരു ദിവസം എഴുതി വെക്കുകയാണ്, ഇന്ന നല്ല പ്രവൃത്തികൾ ഞാൻ ചെയ്യും, ദൈവത്തിനെ പ്രസാദമാക്കുവാൻ, ദൈവത്തിന് പ്രസാദമായി തീരുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ ഞാൻ ഇങ്ങനെ ക്രമീകരിച്ച് നല്ല പ്രവൃത്തികൾ ഇനി ചെയ്യത്തുള്ളൂ തീരുമാനിച്ചാലും അതും പ്രയോജനമില്ല. ന്യായപ്രമാണത്താലോ പ്രവൃത്തികളാലോ നീതീകരിക്കപ്പെടുകയില്ല. വിശ്വാസത്താലാണ് നീതീകരണം. അതാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ മെയിൻ കണ്ടന്റ്. അതാണ് വിശ്വാസത്താലുള്ള നീതീകരണം. വിശ്വസിച്ചാൽ നീതീകരിക്കപ്പെടാൻ കഴിയും, പ്രവൃത്തികളാൽ പറ്റുകയില്ല. അപ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജനവും നീതീകരിക്കപ്പെടുക. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും നമ്മൾ നീതീകരിക്കപ്പെടുകയില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവമാണ് നമ്മെ നീതീകരിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ചാൽ, അല്ലെ, എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായിരുന്ന സ്ഥാനത്ത് നിന്ന് നീതീകരണത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം ആവശ്യമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ എപ്പോഴും ചിന്തിച്ചതാണ്. എങ്കിലും ഒന്നുകൂടെ ചിന്തിച്ചു പോകാം. ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വളരെ വളരെ നല്ലൊരു വാക്യമാണിത്. പല കാര്യങ്ങൾ ആ വാക്യത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ, അപ്പൊ നമ്മെ തെരഞ്ഞെടുത്തതിന്റെ ദൈവത്തിന്റെ പദ്ധതി ആ വാക്യത്തിനുണ്ട്. ഒറ്റ കാര്യത്തിനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. കൃപയുടെ അത്യന്തതലത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടത്. കർത്താവ് നമ്മളിൽ പകരുന്ന കൃപ, നമ്മളിൽ പകരുന്ന തേജസ്, അത് വരും കാലങ്ങളിൽ നമ്മളിൽ കൂടെ എക്സ്പ്രസ് ചെയ്യേണ്ടതിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു പൊസിഷൻ ഇവിടെ ദൈവം തന്നിരിക്കുക. ഈ പൊസിഷൻ ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു പൊസിഷനാണ് കർത്താവ് ക്രിസ്തുയേശുവിൽ കൂടെ തന്നിരിക്കുന്നത്. എന്താണ്? ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തി.
അയ്യോ പാസ്റ്റർ ഞങ്ങളെപ്പോഴാണ് സ്വർഗത്തിൽ പോയത് എന്ന് ചോദിച്ചാൽ വചനം പറയുന്നു, നീ സ്നാനപ്പെട്ടപ്പോൾ നിന്റെ പഴയ മനുഷ്യനെ ക്രൂശിച്ചപ്പോൾ, പഴയ മനുഷ്യൻ മരിച്ചടക്കപ്പെട്ട് നിന്റെ പുതിയ മനുഷ്യനെ ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശു ക്രിസ്തുവിനോടുകൂടിയാണ് നീ ഉയർത്തെഴുന്നേറ്റത്. നിന്റെ പാപ മനുഷ്യൻ മരിച്ചടക്കപ്പെട്ട് വെള്ളത്തിൽ, അത് ജലത്താൽ ജലത്തിൽ അത് സ്നാനപ്പെടുന്നതായി അത് കാണിച്ചതിന് ശേഷം നിന്റെ പഴയ മനുഷ്യൻ മരിച്ചടക്കപ്പെട്ടിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ നിന്റെ പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് നിനക്കൊരു പദവിയും ലഭിച്ചിരിക്കുകയാണ്. അവൻ നമ്മെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാണല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരുന്നു. നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ നാമത്തിൽ. അറിയാവുന്ന വാക്യം, ആരും പ്രശംസിക്കാൻ പ്രവർത്തികൾ കാരണമല്ല. നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ പദ്ധതി കൊണ്ടോ നമ്മുടെ പ്ലാൻ കൊണ്ടോ ഒന്നുമല്ല ഈ വിശ്വാസത്തിലേക്ക് വരുവാൻ കാരണമായി തീർന്നത് കർത്താവിന്റെ ദയയാണ്, കർത്താവിന്റെ മനസ്സിലാണ്, കർത്താവിന്റെ ദാനമാണ്. 21 വാക്യം നമുക്ക് വായിക്കാം. 21. ന്യായപ്രമാണം കൂടാതെ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്നു. അടുത്തത് വീണ്ടും അതേ വാക്യങ്ങൾ നമ്മൾ നേരത്തെ കേട്ട അതേ വാക്യങ്ങൾ ആവർത്തിക്കാൻ ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ദൈവ തേജസ്സ് നഷ്ടപ്പെടുത്തിയാലും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും, അടുത്ത വാക്യം, ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നീതീകരണം എങ്ങനെയാണ് സംഭവിച്ചത്? നമ്മുടെ കഴിവുകൊണ്ടല്ല, സൗജന്യമായാണ് ലഭിച്ചത്. ഒറ്റ കാര്യം നമ്മൾ ചെയ്തുള്ളൂ, നമ്മൾ കർത്താവിൽ വിശ്വസിച്ചു. താഴെയുള്ള വാക്യം വായിക്കാം. വിശ്വസിക്കുന്നവർ ദൈവം അവനെ നമ്മുടെ മുമ്പിൽ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. 2025 വർഷമായിട്ടും അതറിയ ദൈവവചനത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. ക്രൈസ്തവ വിശ്വാസത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. യേശുവിന്റെ ദൈവപ്രവൃത്തികൾക്കോ പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശങ്ങൾക്കോ ഇത്രേ കാലഘട്ടമായിട്ട് മാറ്റം സംഭവിച്ചിട്ടില്ല. അവനെ പരസ്യമായി ദൈവം നമ്മുടെ മുമ്പിൽ നിർത്തിയിരിക്കുക. എന്തുവേണ്ടി? വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തം ലഭിക്കുന്നു. ഓക്കെ, ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ തന്റെ നീതിയെ നമ്മിൽ പ്രദർശിപ്പിക്കേണ്ടതിന് നമ്മുടെ കുറവുകൾ, നമ്മുടെ പരാജയങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിലെ പാപ സ്വഭാവങ്ങളെ ഒന്നും ദൈവം കണക്കിടാതെ തന്റെ പൊറുമയിൽ, തന്റെ സ്നേഹത്തിൽ, തന്റെ കരുണയിൽ അവൻ കഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ നമ്മോട് വിട്ട നീതിയെ പ്രദർശിപ്പിച്ചു. താൻ നീതിമാനും നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് നമ്മെ നീതീകരിച്ചത് കൊണ്ട് നാം നീതിമാന്മാരായി തീർന്നു. നെപ്പോളിയന്റെ ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നെപ്പോളിയൻ ശക്തനായ ഒരു സൈന്യാധിപനായിരുന്നു, രാജാവായിരുന്നു. അദ്ദേഹം ഒരു കുതിരപ്പുറത്ത് നടന്നുകൊണ്ട് തന്റെ സൈന്യത്തെ വീക്ഷിച്ചുകൊണ്ട് തന്റെ കുതിരപ്പുറത്തെ നടക്കുകയാണ്. വലിയ ഒരു കൂട്ടം സൈന്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തന്റെ കുതിരയുടെ പുറത്ത് നെപ്പോളിയൻ കയറിയിരുന്ന ഈ സൈന്യത്തെ വീക്ഷിച്ചുകൊണ്ട് അവരുടെ സല്യൂട്ട് വാങ്ങിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന നെപ്പോളിയൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. തന്റെ കുതിര വിറച്ച് ചാടാൻ തുടങ്ങി. തന്റെ കുതിര ചാടി അദ്ദേഹം നെപ്പോളിയൻ അതിന്റെ കുതിരയുടെ മുകളിൽ നിന്ന് വീഴാൻ തുടങ്ങി. തന്റെ കാല് തന്നെ വീഴാൻ തുടങ്ങി. കുതിര വിറച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി. എല്ലാവരും ഭയപ്പെട്ടു. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ച സമയത്ത് ഈ സല്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പട്ടാളക്കാർ ഒരുവൻ ഓടി വന്നിട്ട് ആ കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ച് അതിനെ മുറുക്കി പിടിച്ച് അതിനെ നിർത്തുവാനിടയായിട്ടുണ്ട്. നെപ്പോളിയൻ പെട്ടെന്ന് കുതിരപ്പുറത്ത് നിറങ്ങിയിട്ട് ആ സൈനികന്, സാധാരണ പടയാളിക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ക്യാപ്റ്റൻ, നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ്, നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ആ സാധാരണ ഒരു പടയാളിയാണ്. അദ്ദേഹം ചോദിച്ചു, എന്നെ എന്തുകൊണ്ടാണ് ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത്? കാരണം ഇതുവരെ എനിക്കൊരു പദവി, ഒരു വിങ്ങിന്റെയും പല വിങ്ങുകളുണ്ടല്ലോ, കരസേന, നമുക്കറിയാമല്ലോ ഇപ്പൊ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്, കരസേന, വ്യോമസേന, അല്ലെ, നാവികസേന, പല സേനകളുണ്ട്. ഞാനൊരു വിങ്ങിന്റെ ക്യാപ്റ്റൻ അല്ല. താങ്കൾ എന്തിനാ എന്നെ, താങ്കൾ രക്ഷപ്പെടുത്തി ഞാൻ, പക്ഷെ താങ്കൾ എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത് എന്തിനാണ്? ഞാനൊരു വിങ്ങിന്റെയും ക്യാപ്റ്റൻ അല്ല. അപ്പോൾ നെപ്പോളിയൻ പറഞ്ഞു, ഹാലൂയ, നീ ക്യാപ്റ്റനാണ്. നെപ്പോളിയൻ പറഞ്ഞാൽ, രാജാവ് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം ക്യാപ്റ്റനാണ്. മറ്റൊരു പടയാളികൾക്കും അല്ലാന്ന് പറയാൻ പറ്റത്തില്ല. അന്ന് മുതൽ അവന്റെ പൊസിഷൻ മാറി. കാരണം അദ്ദേഹം രാജാവിനെയാണ് രക്ഷപ്പെടുത്തിയത്, അല്ലെ, രാജാവിനെയാണ് രക്ഷിച്ചത്. അതുകൊണ്ട് അന്ന് മുതൽ അവൻ ക്യാപ്റ്റനാണ്. രാജാവ് പറയാണ്, നീ ക്യാപ്റ്റനാണ്, ഇന്ന് മുതൽ നീ ക്യാപ്റ്റനാണ്.
അവൻ ക്യാപ്റ്റൻ അല്ല എന്ന് സ്വയം പറഞ്ഞാലും ക്യാപ്റ്റനുള്ള ഡ്രസ്സോ സാഹചര്യങ്ങളോ ഒന്നും അവൻ ഇപ്പോൾ ലഭിച്ചിട്ടില്ല. അവന് സാധാരണ പടയാളിയായി നിൽക്കുന്നെങ്കിലും അവനെ ക്യാപ്റ്റൻ ആക്കേണ്ട ആളെന്ന് പറഞ്ഞു. നീ ക്യാപ്റ്റനായി അല്ലേ? ഇനി നിനക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് നീ ഏത് വിങ്ങിന്റെ ചുമതലയാണ് വഹിക്കേണ്ടത്, എത്രയൊക്കെ പട്ടാളക്കാർ നിന്റെ കീഴിൽ വരും, ഇതൊക്കെ പിന്നീട് ഡിസിഷൻ. പക്ഷെ തെരഞ്ഞെടുക്കേണ്ടവൻ, തീരുമാനിക്കേണ്ടവൻ ഹല്ലേലൂയ സാധാരണക്കാരനായ പട്ടാളക്കാരനെ നോക്കി പറഞ്ഞു നീ ക്യാപ്റ്റനാണ്. ഹല്ലേലൂയ. ഇതുപോലെയാണ് കർത്താവ് നമ്മെ നീതീകരിച്ചത്. നമുക്ക് കഴിവുണ്ടായിട്ടല്ല, നമുക്ക് പദവി ഉണ്ടായിട്ടല്ല, ഹല്ലേലൂയ നമ്മുടെ മിടുക്കുകൊണ്ടല്ല. കർത്താവ് നമ്മെ കണ്ടു, കർത്താവ് നമ്മെ ഇഷ്ടപ്പെട്ടു, അവൻ നമ്മെ ആകർഷിച്ചു, അവൻ നമ്മെ നീതീകരിച്ചു. എന്നാൽ നീതീകരണത്തിലേക്ക് കംപ്ലീറ്റ് ആയി നാം വന്നോ? ഇല്ല. ആ പട്ടാളക്കാരന് ലഭിച്ചതുപോലെ പെട്ടെന്ന് പൊസിഷൻ ലഭിച്ചില്ല അല്ലെ, പെട്ടെന്ന് അതിന്റെ ഡ്രസ്സ് ലഭിച്ചില്ല, അതിൻ്റെ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ലഭിച്ചില്ല, അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയില്ല, മറ്റ് കംപ്ലീറ്റ് വിങ്ങിന് പരിചയപ്പെടുത്തിയില്ല അല്ലേ, ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ പദവി ലഭിച്ചു. എന്നാൽ താൻ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ തന്റെ ഭാവി ജീവിതം പതിയെ പതിയെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും ക്യാപ്റ്റന് വേണ്ടതൊക്കെ എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് അല്ലേ. എനിക്ക് ആവശ്യമായിട്ടുള്ള അല്ലേ പടയാളികൾ വരുന്നു, എനിക്ക് ആവശ്യമായിട്ടുള്ള രഥവും കുതിരകളും വരുന്നു, എനിക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം വരുന്നു, എന്നെ ആൾക്കാർ മാനിക്കാൻ തുടങ്ങുന്നു. കാര്യം എന്താണ്? ക്യാപ്റ്റനായി കഴിഞ്ഞു. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവം വിശ്വസിക്കുന്ന നമ്മെ നീതീകരിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇനിയും നമ്മുടെ മരണം വരെയുള്ള സമയത്ത് അല്ലെങ്കിൽ കർത്താവ് തിരികെ വരുന്ന വരെയുള്ള സമയത്ത് നാം ഈ പദവിയിൽ നിന്നുകൊണ്ട് ഈ പദവിയിൽ നിന്ന് ലഭിക്കാവുന്ന സകല അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു, വചന വെളിപ്പാടുകൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നീതീകരിച്ച് ദൈവം നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പദവിയെ ദൈവം മാറ്റിക്കളഞ്ഞു. നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ മിടുക്കുകൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിന്റെ മഹാകരുണ നമ്മിൽ വെളിപ്പെട്ടത് കൊണ്ട് അവൻ നമ്മെ ക്യാപ്റ്റനാക്കിയല്ലേ. ഹല്ലേലൂയ. അവൻ നമ്മെ നീതീകരിച്ചു, രാജകീയ പുരോഹിത വർഗമാക്കി, വിശുദ്ധ വംശമാക്കി, സ്വന്തം ജനമാക്കി കർത്താവ് നമ്മെ മാറ്റുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒരു വാക്യം വായിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവണിയുന്നത് പോലെ, ഒരു മണവാളൻ വിവാഹത്തിന് മുമ്പ് തലപ്പാവണിയുന്നത് പോലെ, മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെ അവൻ എന്റെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. നമ്മുടെ കണ്ണുകളുടെ ദിവസം അടയ്ക്കാം. അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ചെന്ന് ഹല്ലേലൂയ യോശുവയെ നോക്കി പിശാച് കുറ്റം പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവന്റെ ഹല്ലേലൂയ വസ്ത്രം വെടിപ്പുള്ളതല്ല. ഹല്ലേലൂയ. അവന്റെ വസ്ത്രത്തിൽ ചെളി പറ്റിയിരിക്കുന്നു. വെടിപ്പുള്ളവനല്ല, ശുദ്ധിയുള്ളവനല്ല. ഹല്ലേലൂയ. ദൈവം ചെയ്തു അവന് പുതിയ വസ്ത്രം നൽകി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീതിയുടെ വസ്ത്രം അവനെ അണിയിപ്പിച്ചു. ദൈവം മാനിച്ചാൽ, ദൈവം ഉയർത്തിയാൽ, ദൈവം ശുദ്ധീകരിച്ചാൽ ഏത് പിശാചിനാ തടയുവാൻ കഴിയുന്നത്? ഏത് പിശാചിനാ കുറ്റപ്പെടുത്തുവാൻ കഴിയുന്നത്? ഇവിടെ പറയാം, മണവാളൻ തലപ്പാവണിഞ്ഞിരിക്കുന്നത് പോലെ, മണവാട്ടി ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നത് പോലെ, രക്ഷയുടെ വസ്ത്രം കൊണ്ട് അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാ, മാനിച്ചിരിക്കുകയാ. ഒരു ദിവസം ദിവസം അടച്ചാട്ട് ഹല്ലേലൂയ. സുവിശേഷം 15-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയ മകന്റെ ഹല്ലേലൂയ മൂത്ത ജ്യേഷ്ഠൻ വരുമ്പോൾ അവന് പദം പറയുന്നുണ്ട്, ഇത്രകാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ലംഘിച്ചിട്ടില്ല, എന്നാൽ എന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ എനിക്ക് ഒരിക്കലും ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവനോ നഷ്ടപ്പെട്ടവനായിരുന്നു, എല്ലാം ഉപേക്ഷിച്ച് ഹല്ലേലൂയ മടങ്ങിപ്പോയവനായിരുന്നു. ഹല്ലേലൂയ. അപ്പന്റെ സ്നേഹത്തിൽ നിന്ന്, അപ്പന്റെ ഭവനത്തിൽ നിന്ന്, അപ്പന്റെ ഇഷ്ടങ്ങളിൽ നിന്ന് ഓടിപ്പോയവനായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവൻ മടങ്ങി വരുവാൻ മനസ്സ് കാണിച്ചപ്പോൾ ഹല്ലേലൂയ തിരികെ വരുന്നത് അപ്പൻ കണ്ടപ്പോൾ ഹല്ലേലൂയ നഷ്ടപ്പെട്ട വസ്ത്രം അവനെ അണിയിച്ചു. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ വസ്ത്രം കൊണ്ട് അവനെ പുതപ്പിച്ചു. അധികാരത്തിന്റെ മോതിരം വീണ്ടും അവന്റെ കയ്യിലിട്ടു. നീ നഷ്ടപ്പെട്ടത് എന്തൊക്കെയാ? അതിന്റെ ലിസ്റ്റ് എനിക്ക് കാണിക്കണമെന്ന് അപ്പൻ പറഞ്ഞില്ല. ഹല്ലേലൂയ. എന്റെ സ്വത്തുവകളൊക്കെ നശിപ്പിച്ച നീ ഈ വീട്ടിൽ കയറണ്ടാന്ന് അപ്പൻ പറഞ്ഞില്ല. ഹല്ലേലൂയ. പുത്തൻ മോതിരം അവനെ അണിയിച്ചു. ഹല്ലേലൂയ. അധികാരത്തിന്റെ മോതിരം അവനെ അണിയിച്ചു. രക്ഷയുടെ
വസ്ത്രം എന്നതുപോലെ അവന് പുതപ്പവനെ അണിയിച്ചു. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ഹല്ലേലൂയ, നമ്മെ നീതീകരിച്ചൊരു ദൈവം. ഹല്ലേലൂയ. നെപ്പോളിയൻ എന്ന ക്യാപ്റ്റൻ തന്റെ സാധാരണ പടയാളിയോട് നീ ഇന്നു മുതൽ ക്യാപ്റ്റനായിരിക്കും പറയുന്നവൻ പറഞ്ഞപ്പോൾ എതിർക്കുവാൻ, ഹല്ലേലൂയ, ഒരുപക്ഷെ മറ്റ് ക്യാപ്റ്റന്മാരവിടെ കാണും. ഹല്ലേലൂയ, ഓരോ വിങ്ങിനും ഓരോ ക്യാപ്റ്റന്മാർ കാണും. ഒരു സാധാരണ പടയാളിയെ പിടിച്ച് ക്യാപ്റ്റനാക്കിയത് ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നില്ല. പക്ഷെ തീരുമാനം നെപ്പോളിയന്റേതാണ്, ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. രാജാവാണ് തീരുമാനിക്കുന്നത്. ഇന്ന് രാത്രി ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവൻ നമ്മെ ശുദ്ധീകരിച്ചിരിക്കുകയാണെങ്കിൽ, നീതീകരിച്ചിരിക്കുകയാണെങ്കിൽ, ദൈവം നീതീകരിച്ചവനെ, ദൈവം മാനിച്ചവനെ ആർക്കും കുറ്റം വിധിക്കുവാൻ കഴിയും? ഇന്ന് രാത്രി ഹല്ലേലൂയ, ഒരു ശക്തിക്കും ഒരു പിശാചിനും ഹല്ലേലൂയ, ദൈവം നിന്നെ മാനിച്ചാൽ, ദൈവം നിന്നെ ഉയർത്തിയാൽ, നീതിയുടെ വസ്ത്രം കൊണ്ട്, രക്ഷാവസ്ത്രം കൊണ്ട് നിന്നെ പൊതിഞ്ഞാൽ, ഹല്ലേലൂയ, രാപ്പകൽ ഹല്ലേലൂയ തന്റെ വൃതന്മാർ, ഹല്ലേലൂയ, വൃതന്മാരെ കുറിച്ച് കുറ്റം പറയുന്ന ഒരു പിശാചുണ്ട്. ഹല്ലേലൂയ, നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന, ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ പാപങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ വീഴ്ചകളെ മനസ്സിലാക്കി, നമ്മുടെ പരാജയങ്ങളെ മനസ്സിലാക്കി, ഹല്ലേലൂയ, നമ്മെ കുറ്റം വിധിക്കാൻ കാത്തിരിക്കുന്ന ഒരു ശത്രു നമുക്കുണ്ട്. എന്നാൽ ഹല്ലേലൂയ, പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ, അവൻ നമ്മെ നീതീകരിച്ചവനാണ്, നമ്മെ ശുദ്ധീകരിച്ചവനാണ്. ഇന്ന് രാത്രി വചനത്തിൽ മുന്നിൽ സമർപ്പിക്കാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായിട്ടുള്ളപ്പോൾ, ന്യായപ്രമാണത്താൽ ആരും നീതീകരിക്കപ്പെടാതിരിക്കുമ്പോൾ, സ്വന്തം പ്രവർത്തികളാലോ കഴിവുകളാലോ പദ്ധതികളാലോ നീതീകരിക്കപ്പെടാതിരിക്കുമ്പോൾ, ഒരുവൻ തന്റെ രക്തം ചൊരിഞ്ഞതുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂശിച്ച് ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റതുപോലെ പുതിയ മനുഷ്യന് നടക്കുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തെ നമുക്ക് നൽകി. ഹല്ലേലൂയ, ഈ ലോക ജീവിതത്തിൽ മരണസമയം വരെയും അല്ലെങ്കിൽ കർത്താവിന്റെ മടങ്ങി വരവ് വരെയും ഹല്ലേലൂയ നാം ഇപ്പോൾ കേട്ടതുപോലെ ഹല്ലേലൂയ ഭാവിയിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ തന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ അന്തത്തോളം നമ്മെ നിർത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ ദൈവങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചാട്ട്, കർത്താവിനോട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ച് പറഞ്ഞാട്ട്, കർത്താവേ, വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, പരാജയങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ കേട്ടതല്ലോ സംസാരത്തെ കുറിച്ച്, ഞങ്ങളുടെ സംസാരത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ നോട്ടത്തിൽ ഇടപെടലുകളിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ക്ഷമ ഒതുക്കണമെന്ന് പറഞ്ഞാട്ട് യാക്കോബ് പറഞ്ഞതുപോലെ വലിയ കാട് കത്തിക്കുന്ന രീതിയിൽ